നമ്മുടെ മുന്തിരി പേരയ്ക്ക പഴുത്തു. കണ്ടോ, ആ മഞ്ഞ നിറത്തിലുള്ളതാണ് പഴുത്തത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറുതിലെ ഉള്ള ആ സമയത്ത് നിങ്ങളെ കാണിച്ചായിരുന്നു. ഇപ്പോൾ അത് ഇങ്ങനെ ഇത്രയായി. അതിൽ ഓരോന്ന് പഴുത്ത് വരുന്നുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് പഴുത്ത് നിങ്ങളെ കാണിക്കുവാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ പഴുക്കുന്നത് നമ്മൾ എടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് അടന്നു പോകും. അതിൻ്റെ തണ്ടിന് ഒട്ടും ഉറപ്പില്ല. അതുകൊണ്ട് പഴുത്ത ജസ്റ്റ് ഒരു ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ, ഉടനെ അത് അടന്നു പോകും. അതുകൊണ്ട് ഒന്നിച്ച് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ആയിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെ മുഴുത്തു. പിന്നെയും ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കമ്പിലും അതിൻ്റെ ശിഖരങ്ങളിലും തണ്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പഴുത്ത് കഴിഞ്ഞാൽ ആ മഞ്ഞ നിറമുള്ളതാണ് അതിൻ്റെ പഴുപ്പിൻ്റെ ആ മാക്സിമം കളറ്. അത് നമ്മൾ പറിച്ചെടുത്താൽ നല്ല മധുരമുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഉൾഭാഗത്ത് വെളുത്ത നിറവുമായിരിക്കും. നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മളത് പെട്ടെന്ന് തന്നെ നിറം കാണുമ്പോൾ തന്നെ പറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒന്നുകിൽ അത് അടന്നു പോകും, അല്ലെങ്കിൽ അത് വവ്വാലൊക്കെ കൊണ്ടുപോകും. അപ്പം ഒന്നിച്ച് നമുക്ക് പഴുത്ത് കഴിക്കുവാനായിട്ട് പറ്റത്തില്ല. കണ്ടോ, അതിൻ്റെ ശിഖരങ്ങളിലും തണ്ടിലും ഒക്കെ പിന്നെയും ഇങ്ങനെ കൊലകൾ കുത്തി പേരയ്ക്ക ഉണ്ടാകുന്നുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കിട്ടുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് അതിൽ പിന്നെയും കായ്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഒരു നല്ലതാണ് ഇങ്ങനെയുള്ളൊരു പേര നമ്മളുടെ മുറ്റത്തുള്ളത്. കാണുവാനും ഭംഗി, അതുപോലെ കഴിക്കുവാനും ടേസ്റ്റ്. അതുപോലെ എപ്പോഴും നമ്മളുടെ ഈ പേരയിൽ ഇങ്ങനെ കായ്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കാണാനും നമ്മളുടെ കണ്ണിനൊരു കൗതുകം കൂടിയാണല്ലേ. അപ്പം കണ്ടോ, അതിൻ്റെ തണ്ടിലൊക്കെ ഇങ്ങനെ കായ്കൾ ഉണ്ടാകുന്നത് തണ്ടിനോട് ചേർന്ന് തന്നെ ഉണ്ടാകും. പിന്നെ ശിഖരങ്ങളിലുണ്ടാകും. അങ്ങനെ അത് ആ മരം നിറച്ച്, ചെറിയൊരു മരമാണ്, അതിൽ നിറച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, പൂക്കളൊക്കെ ഉണ്ട്. ഉണ്ടോ, അതിൽ പൂക്കളും കായ്കളും ചെറുതും കണ്ടോ, പൂവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് നിറച്ച് കായ്കളായിട്ട് നിൽക്കുകയാണ് നമ്മളുടെ മുന്തിരി പേര. അങ്ങനെ വളരെ സുന്ദരിയായിട്ട് കായ്കളും പൂക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് നമ്മളുടെ മുന്തിരിപ്പേര. ഇപ്പോൾ നമ്മൾക്ക് അത് മുഴുത്ത പാകമായിട്ട് പഴുത്ത് അതും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മുന്തിരിപ്പേരയുടെ തയ്യ് നിങ്ങൾ നഴ്സറിയിൽ നിന്നും കിട്ടും. നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ മുറ്റത്ത് എപ്പോഴും പേരയ്ക്ക, മുന്തിരി കുലകൾ പോലുള്ള മുന്തിരി പേരയ്ക്ക ഇങ്ങനെ കാണുവാനായിട്ടും, അതുപോലെ തന്നെ കണ്ടോ, ഞാനത് പറിച്ചു. കണ്ടോ, ഇതാണ് അതിൻ്റെ പാകം. ഇത്രയും മുഴുക്കത്തുള്ളൂ, അങ്ങനെ ഒത്തിരി അങ്ങ് മുഴുക്കത്തുമില്ല, ഇത്രയും മുഴുക്കത്തുള്ളൂ. ഈ ഒരു സമയമാകുമ്പോൾ അത് പാകമാകും. അത് നമ്മൾ നോക്കി നിൽക്കണം. ഒത്തിരി ദിവസം അങ്ങനെ കിടക്കാനും പറ്റത്തില്ല അതിനകത്ത്. പെട്ടെന്ന് തന്നെ അത് അടന്ന് താഴെ പോകും. അങ്ങനെയാണ് നമ്മളുടെ മുന്തിരിപ്പേരയുടെ വിശേഷങ്ങൾ. കണ്ടോ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,